എന്റെ പൊന്നു പാറൂസ്, നീ എന്നെ കൊണ്ട് കരഞ്ഞ് മേടിപ്പിക്കല്ലാതെ നീ എപ്പോഴെങ്കിലും ചവിട്ടിട്ടുണ്ടോ പാറൂസ്? നീ ആ ചവിട്ടുന്നത് ആ ബോംബെയിലുള്ളതാ. കൊറോണ അകത്തോട്ട് പോയതാ. ബന്ധുക്കളെ ഒന്നും അറിയിക്കാൻ പറ്റിയില്ല. മരിച്ചോ? ആ മരിച്ചു. അച്ഛൻ ശരിയാക്കി തന്നോ? ആണോ? അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ണികൃഷ്ണൻ, ആധാരമെഴുത്തുകാരൻ, മരിച്ചുപോയ വടക്കേത്തല പരമേശ്വരൻ നായരുടെ ഏകമകൻ. വളരെ ചെറുപ്പത്തിലെ പിതാവിനെ നഷ്ടപ്പെട്ട എൻ്റെ ഉണ്ണിയുടെ ബാല്യം അത്രമേൽ ദൈന്യത നിറഞ്ഞതു തന്നെയായിരുന്നു. ഉണ്ണി, നീ ആരായിരുന്നുവെന്ന് എനിക്കല്ലാതെ മറ്റാർക്കാണ് അറിയാവുന്നത്? നിന്റെ മരണം, അതെനിക്ക് ആലോചിക്കാനേ വയ്യ. നമ്മുടെ ഈ നാട്ടിൻപുറത്തു നിന്ന് കാട്ടുവഴിയിലൂടെ നടന്ന് ഒരുപാട് കഥകൾ പറഞ്ഞ് ഇണങ്ങിയും പിണങ്ങിയും എത്രയോ ദിവസം എനിക്ക് നല്ല ഓർമ്മയുണ്ടുണ്ണി. നിന്റെ അമ്മ നിനക്കായി കരുതി വെക്കാറുള്ള പലഹാരപ്പൊടി എനിക്ക് വേണ്ടിയും നീ മാറ്റിവെക്കാറുള്ളത്. അവസാനമായി ഒരു നോക്കുപോലും കാണാൻ കഴിയാതെ, ഒരു വാക്കുപോലും പറയാതെ ബോംബെ നഗരത്തിലെ ഏതോ ലോഡ്ജ് മുറികളിൽ തിരിച്ചറിയപ്പെടാതെ ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഉണ്ണി. നിന്റെ സ്വപ്നങ്ങളൊക്കെയും കുഴിച്ചുമൂടി മറ്റു പലരെയും പോലെ, നിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ പെരുവഴിയിലെ കരിയിലകൾ പോലെ പറന്നു പറന്ന് പറന്നു പറന്ന് എന്തോ ഇവിടെ ഇരിക്കുന്ന അച്ഛനെന്താ വിഷമിച്ചിരിക്കുന്ന? ആ മരിച്ച മാമനെ അച്ഛൻ അറിയാവോ? അച്ഛൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കളിക്കൂട്ടുകാരൻ. ഞങ്ങളുടെ ചങ്ങാത്തം വളരെ യാദൃച്ഛികമായിരുന്നു. എല്ലായിടത്തും ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. വിദ്യാർത്ഥി സംഘടനകൾ, സാഹിത്യ സമാജത്തിൽ, അങ്ങനെ എല്ലായിടത്തും. ആയിടയ്ക്കാണ് ഞങ്ങളുടെ തന്നെ കളിക്കൂട്ടുകാരിയായിരുന്ന ഷീജയുമായി അവൻ ഇഷ്ടത്തിലാവുന്നത്. ഞാനും നീയുമെന്നൊക്കെ മാറി അവർ മാത്രമായി മാറുന്ന പുതിയ ആകാശത്തെ സ്വപ്നം കണ്ടു എത്രയോ തവണ ആ കാഴ്ചകൾക്കൊക്കെ ഞാൻ മൂകസാക്ഷിയായി നിന്നിട്ടുണ്ട്. അത്രയ്ക്കിഷ്ടമായിരുന്നു അവനവളെ. അങ്ങനെ ഇരിക്കെ അവർ തമ്മിലുള്ള ബന്ധം അവളുടെ അച്ഛനറിഞ്ഞു. ആ ഉണ്ണിയോ? കേറ്.
കയറി വാ. അകത്തേക്ക് കയറി വാ. ഇരിക്കടോ. സാറിനെ കാണണമെന്ന് പറയാം. ചായ കുടിച്ചോ? തണുത്തു പോയി. കുടിച്ചോ? അല്ല എന്താ ചായ വേണം ഇടാം, പ്രശ്നമൊന്നുമില്ല. ചായ വേണം ഇല്ല. ഇപ്പൊ നിങ്ങൾക്കിപ്പോ പണിയുണ്ടല്ലോ? ഇല്ല, നോക്കുന്നുണ്ട്. പണിയൊന്നും ആയില്ല ഇതുവരെ. പിന്നെ ഞാൻ വിളിച്ചത് ഈ ജാതി മതം ഇതൊന്നും ഇല്ല. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പുസ്തകത്തിൽ എഴുതാൻ പറ്റും. പക്ഷെ ഈ യാഥാർത്ഥ്യത്തിനോട് അടുത്ത് വരുമ്പോൾ അതത്ര നല്ല സുഖകരമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റും. എന്റെ മകളുടെ ഒരു അവസ്ഥ, അവളുടെ ഒരു ജീവിത ചുറ്റുപാട്, ഇതൊക്കെ ഉണ്ണിയായിട്ട് ചേരുമെന്ന് തോന്നുന്നുണ്ടോ? എപ്പോഴും ഈ ചേരുംവഴി ചേർക്കാന്ന് പറയുന്ന ഒരു സംഭവം കേട്ടിട്ടുണ്ടല്ലോ, സ്കൂളൊക്കെ പഠിച്ചു കാണും. അത് ചേരുന്നത് എപ്പോഴും ചേരാവും. എന്റെ ഈ ഒരു നിലയും വിലയൊക്കെ വെച്ച് ഉണ്ണിയുടെ ആ ഒരു ചേരുവോ ഉണ്ണി എന്നെ ആലോചിച്ചു. അത് ഒന്ന് അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഞാന് എന്റെ മകള് മറ്റുള്ളവർ പറഞ്ഞ് മനസ്സിലാക്കി വിവരം പറയേണ്ടി വരും. അത് പറയുമ്പോ ഇങ്ങനൊന്നും വിചാരിക്കരുത്. ഒരു അച്ഛന്റെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത്, ഞാൻ അവളെ വളർത്തിക്കൊണ്ട് വന്നത് അതേപോലെ അവര് അച്ഛന്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് കരുതി ഉണ്ണിയൊന്ന് അവളോട് സംസാരിക്കും. സാറ് വിഷമിക്കില്ല, ഞാൻ പൊക്കോട്ടെ. ഓ ആരാണ്? ഇടയ്ക്ക് ഇതുവഴിയൊക്കെ ഒന്ന് കയറി കേട്ടോ. അച്ഛനും മക്കളും ഇവിടെ ഇരിക്കുകയാണോ? അവിടെ ചോറ് തിന്നാൻ വരുന്നില്ലയോ? വാ വാ, നിങ്ങളൊന്ന് കഴിക്കാൻ വരി. പാടി എനിക്ക് വിശക്കുന്നു. ഞാൻ പറയുന്ന ശ്രീജിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഒരിക്കലും ശ്രീജിക്ക് ചേർന്നിരുന്ന ആളാണ്. എൻ്റെ ചുറ്റുപാട് ശരിയല്ല, എനിക്ക് ജോലിയില്ല, എൻ്റെ കുടുംബം ശരിയല്ല, അച്ഛനില്ലാതെ വളർന്ന ഞാൻ. എന്നെപ്പോലല്ല, ശ്രീജിക്കൊരു ഭാവിയുണ്ട്. ഞാനായിട്ട് കളയുന്നത് ശരിയല്ല. ശ്രീജ എന്നെ മറക്കണം. നമ്മൾ കാണുമെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന്. എന്നും എൻ്റെ പ്രാർത്ഥന നീ ഉണ്ടാവും. ശ്രീജിക്ക് നല്ലൊരു ജീവിതം മുന്നിലുണ്ടാവും. എന്നെക്കാളും ശ്രീജിക്ക് ചേർന്ന ആൾ വരും. ശ്രീജ പൊക്കോ, ഇനി നമ്മൾ കാണില്ല. ഇത് അവസാനത്തെ കാഴ്ചയാകട്ടെ. ഒരു കാക്കക്കാലിൻ്റെ തണൽ പോലുമില്ലാതെ മരുഭൂമിയിൽ ശരിക്കും തനിച്ചായതുപോലെ തോന്നിയിരിക്കണം എൻ്റെ ഉണ്ണിക്ക്. ആൾക്കൂട്ടത്തിൽ തികച്ചും ഒറ്റപ്പെട്ടവനെ പോലെ. ഉണ്ണിയേ, ഉണ്ണി, എവിടൊക്കെ നോക്കിയടാ നിന്നെ? നീ എന്താടാ ഇവിടെ വന്നിരിക്കുന്നേ?
ഞാൻ നമ്മൾ കളിക്കുന്നിടത്തൊക്കെ ഞാൻ പോയി നോക്കിയായിരുന്നു. എന്താടാ എന്താടാ കണ്ണ് നിറഞ്ഞിരിക്കുന്നേ? കാര്യം പറയടാ. ഒന്നല്ലടാ, എടാ നീ കാര്യം പറ, എന്താ കാര്യം? ശ്രീജയോടും പറഞ്ഞടാ ഇരിക്കുന്നു. എന്ത് ഇഷ്ടമായിരുന്നടാ അവക്ക് നിന്നെ. അയാള് പറയുന്നത് കേട്ടിട്ട് നിനക്ക് വേറെ പണിയൊന്നുമില്ല. അയാൾ പറഞ്ഞത് ശരിയല്ലേ? എന്ത് ശരിയാന്നാ? അവൾക്ക് എൻ്റെ കൂടെ സന്തോഷമായിട്ട് ജീവിതം ഉണ്ടാവും എനിക്ക് തോന്നുന്നുണ്ടോ? അവൾ എവിടെയെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കാം. ഞാനും പോവാ. എങ്ങോട്ട്? അറിയില്ല. എന്നിട്ട് എന്ത് ചെയ്യാൻ പോവാ? ദൂരേക്ക് എവിടെയെങ്കിലും പോവാം. അറിയില്ല. ദൂരെ എവിടെയെങ്കിലും പോകണം. കുറെ കാശുണ്ടാക്കിയിട്ട് വരും. എന്നെ തള്ളി പറഞ്ഞവരുടെ മുന്നേ ഒരു 20 ദിവസം എനിക്ക് ജീവിച്ച് കാണിക്കണ്ട. എടാ നീ പോയാ നിന്റെ അമ്മയ്ക്ക് പിന്നാരടാ ഉള്ള? നീ നോക്കില്ല എൻ്റെ അമ്മ. പോണോടാ, നാടിന് ശരിയാവും എനിക്ക്. നീ എങ്ങോട്ട് പോകാനാ? അറിയില്ല. ദൂരെ എവിടേക്കെങ്കിലും പോകണം. അത് നോക്കിക്കോണേ, കാക്ക ഒന്ന് ബസ് പോവാ. എടാ നീ എവിടെ പോവാടാ? അമ്മയില്ല, അമ്മ എവിടെ? അമ്മേ, അവൻ എവിടെ പോവാ? എനിക്ക് ബോംബെ ഒരു കൂട്ടരം വഴി ജോലി ശരിയായിട്ടുണ്ട്. അപ്പം അങ്ങടെയൊക്കെ പോവാ. പോകുന്നതിന് മുന്നേ അമ്മ കണിക്ക് വന്നു വിചാരിച്ചമ്മ. മോനെ വല്ലതും കഴിച്ചിട്ട് പോവാ മോനെ. സമയമില്ല, വണ്ടി ഇപ്പോൾ എന്നാ പോയിട്ട് പോവാ മോനെ. ഉണ്ണി റെയിൽവേ സ്റ്റേഷൻ വരെ ഞാനും കൂടെ വരായിരുന്നു. നീ എന്നാടാ കാണുന്നത്? വേണ്ട, എനിക്ക് പെട്ടെന്ന് വന്നില്ല. ഞാൻ വരുമ്പോൾ ഉണ്ടാവണം. എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോടാ. സാരമില്ല, അമ്മ ഒന്ന് പോയി നോക്കിയാൽ ഉണ്ണി, എനിക്കൊരു പശ്ചാത്താപം തോന്നുന്നില്ല ഉണ്ണി. കാലത്തിൻ്റെ കരുക്കൾ മാത്രമാണ് നമ്മൾക്ക്. ഈ മഹാമാരി പിടിപെട്ട് മരണപ്പെട്ട ആയിരങ്ങൾക്കൊപ്പം നീയും. എനിക്ക് മാത്രമേ അറിയൂ ഉണ്ണി നീ ആരായിരുന്നെന്ന്. നമ്മുടെ ആ നാട്ടുപുറത്ത് നിന്ന് നടന്ന് കാട്ടുവഴിയിലൂടെ നഗരത്തിൻ്റെ കാനനാന്തരത്തിലേക്ക് ചെന്നുപെട്ടത് എന്തിനായിരുന്നു ഉണ്ണി? പിന്നെ നീ എങ്ങനെ ജീവിച്ചു എന്നെനിക്കറിയില്ല. ഏതോ തിരക്ക് പിടിച്ച നഗരത്തിലെ ലോഡ്ജ് മുറിയിൽ വൈദ്യസഹായം പോലും കിട്ടാതെ നീ മരിച്ചത് ഫേസ്ബുക്കിലെ കോവിഡ് മരണപ്പട്ടികയിലാണല്ലോ. എന്നാണ് ഉണ്ണി ഈ ഒരിക്കൽ കൂടി നിന്നെ ഒന്ന് കാണുക. അച്ഛാ, ഇനി ആ മാമന്റെ അമ്മയോട് അച്ഛൻ എന്താ പറയുക? അവൻ്റെ അമ്മ വിചാരിച്ചോട്ടെ മക്കളെ, അവനവിടെ